ഇവന് പച്ച വെള്ളം പോലും കൊടുക്കാതിരിക്കുക വേണ്ടത്. പ്രഭാകരൻ, ഇയാൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി. അയ്യോ, ഞാനോ? അവന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുന്നത് താങ്കളുടെ കെൽപ്പ് വേണ്ടേ? മൂക്കുന്ന ചോര എപ്പോഴും നിന്നില്ല, പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായി. എന്റെ കൂർക്കമ്മലി നിന്ന് കിട്ടി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചതുകൊണ്ട് ദേഷ്യം മുഴുക്കെ എന്നോടായിരിക്കും. എന്താ പ്രഭാകരന് പേടിയുണ്ടോ? ഏയ്, പേടിയുടെ അല്ലല്ലോ. എന്നാ പ്രഭാകരൻ തന്നെ കൊടുത്താൽ മതി. പോലീസമ്മ, എന്താ? അച്ഛൻ പറഞ്ഞു പോലീസമ്മനെ വിളിച്ചിട്ട് വരാൻ. കൈമുളപ്പൂവിന്റെ കാലൊടിഞ്ഞു. എങ്ങനൊടിഞ്ഞ്? പട്ടം പറപ്പിച്ചാ. പട്ടം പറത്തിയ? അച്ഛന്റെ കാലൊടിഞ്ഞ്. ഞാനൊന്ന് പോയിട്ട് വരണം. വാ. പട്ടം പറപ്പിക്കാൻ പറ്റിയ പ്രായല്ലേ? അതേതായാലും നന്നായി. കുറച്ച് ദിവസമെങ്കിലും അടങ്ങിക്കിടക്കുമല്ലോ. കരയില് മോളെ. പോട്ട് 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 പോട്ട്. ഓ വേണ്ട വേണ്ട വേണ്ട, കരയാതടാ. പേടിക്കാനൊന്നും ഇല്ല മോനെ. വീണുന്ന് കേട്ടപ്പോ എല്ലാം കഴിഞ്ഞെന്നാ ഞാൻ കരുതിയത്. അങ്ങനെ പെട്ടെന്ന് കഴിയുന്ന ജന്മമല്ലടി ഇത്. എനിക്കതറിയാം. എന്നെ നല്ലോണം കഷ്ടപ്പെടുത്തിട്ട് തെക്കോട്ട് എടുക്കും. അയ്യോ, നളിനവിടെ? എന്തോ മരുന്ന് വാങ്ങാൻ പോയതാ. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. മോനെ, ഇറച്ചി മീനും തിന്നാമോന്നൊന്ന് ചോദിക്ക്. ആർക്കാ? എനിക്ക്. അയ്യോ, ഈ ഒരു വിചാരം എനിക്കിതാ. ഞാൻ എന്റെ കാലിൽ അട്ടടിച്ചു. വല്ലൊരു ശ്രദ്ധിക്കുമെന്ന്. അയ്യോ, എന്റെ കാലിൽ ഒട്ടടിച്ചല്ലോ. എന്റെ കടിച്ച സ്ഥലത്ത് ഉപ്പിട്ടാ മതി. കണ്ണിലെറിയാനുള്ള മുളകുപൊടി എന്റെ കയ്യിലെ ചോദിച്ചാൽ മതി, തരാം. എന്താടി പറയാൻ ഇത്ര മടി? നിന്നെ കൊണ്ട് ആരാടി ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? സത്യം പറയടി, കഴിവറടാ മോളെ. എല്ലാം ഞാൻ പറയാ. എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ല അല്ലേ? കണ്ടിട്ട് നോക്കുന്നുണ്ട് കഴിവറ. അടിപൊളി. ആരാത്? സോളമൻ ചാനലേ? അതെ. അങ്ങ് വളർന്നോ എന്നോടാ? അവസാനം കാണുമ്പോ നീ ഇത്രേ ഉള്ളായിരുന്നു. എന്നെ വേറെ എവിടെയും വെച്ച് കണ്ടെന്നതിൽ മനസ്സിലാവുമായിരുന്നു. പ്രയാസമായനെ. കൊല്ലം 6-7 ആകുന്നു അല്ലേ? എങ്ങനെയുണ്ട്? മാവേലിക്കരന്ന് മൈസൂർ വന്ന് വിട്ടിട്ട്? കുഴപ്പമൊന്നുമില്ല. നിന്റെ അനിയത്തി എങ്ങനെ ഇരിക്കുന്നു? എന്തായിരുന്നു അവളുടെ പേര്? ഷൈനി. ഷൈനി. എങ്ങനെയുണ്ട് അവള്? 9-ലായി. എന്ത് പെട്ടെന്നാ കാലം പോകുന്നത്. നമ്മൾ ഊത്ത പിടിക്കാൻ പോയപ്പോ ഒപ്പം മരണമെന്ന് പറഞ്ഞ അവള് കിടന്ന് കരഞ്ഞതും നിന്റെ അമ്മച്ചി വന്ന് വഴക്ക് പറഞ്ഞതൊക്കെ ഇന്നലത്തെ പോലെ ഓർമ്മ. എവിടെ മാഡം? ഉറക്കമാ, അറിഞ്ഞു കാണുകയല്ല. ഏയ്, ഉണന്ന് കിടക്ക. ആദ്യത്തെ ഹോണിന് ഉണന്ന് കാണില്ലേ? മമ്മ ഞാനാ. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ ഉടക്കില്ല. ലേറ്റ് ആയിട്ട് വണ്ടി ഓടിച്ചു വന്നാ വാതില് തുറക്കില്ല എന്ന ഒരു കണ്ടീഷൻ.
എങ്കിലും നീ ലോറി കിടക്കും, വന്നിട്ട് ഇറങ്ങത്തുള്ളൂ. അല്ല സോളമിച്ചാൻ ഇന്റർവ്യൂ കിടക്കാം. ലോറി കിടക്കണ്ട. വെറുതെ അല്ലടാ ഇത്, മമ്മയെ വരട്ടാനല്ലേ. ഇറങ്ങി വരും, നീ കണ്ടോ. അല്ല ഇച്ചാൻ ഇത്തരം വണ്ടിയല്ലേ. ആ റീത്തമാവി പറഞ്ഞത് പണ്ട് കുറെ കാലം ഇത് ഓടിച്ചോണ്ട് നടന്നിട്ട് പിന്നെ അതേന്ന് പറഞ്ഞ് ഇറക്കിയേക്കുവാനാണല്ലോ. അതും എല്ലാം പറഞ്ഞു കഴിഞ്ഞോ? അതോ ഇച്ചായനെ പ്രസവിച്ചത് മുതൽ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. റീത്തമാവിക്ക് സംസാരിക്കാൻ ഒറ്റ വിഷയമുള്ളൂ, അതറിയില്ലേ ഇച്ചായൻ. ആ ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ 2 മാസം കഴിയുന്നു. ഇതിലൊറ്റ ദിവസം പോലും ഇല്ല റീത്തമാവ് ഇച്ചായന്റെ കാര്യം പറയാത്തായിട്ട്. ശരിക്കും ആന്റണി ബോറടിച്ചുണ്ടാവും അല്ലേ? അങ്ങനൊന്നുമില്ല. ഉള്ളത് പറഞ്ഞാലേ ഇതേലെ പണി വിട്ടിട്ട് കൊല്ലം 4-5 ആയി. അല്ലെങ്കിൽ അതൊരു ഫുൾ ടൈം പണിയൊന്നും ഇല്ലായിരുന്നു മമ്മ വിചാരിക്കുന്ന പോലെ. ഡ്രൈവ് ചെയ്യാനുള്ള കമ്പത്തിൽ നിന്ന് കയറി ഇളക്കം അത്രേ ഉള്ളായിരുന്നു. അതുകൊണ്ടുണ്ടായ നേട്ടം ആ വകുപ്പിൽ കിട്ടിയ കുറെ ഫ്രണ്ട്സാ. ഇതുപോലെ ചില വണ്ടികൾ ചിലപ്പോ കൈ കിട്ടും 1-2 ദിവസത്തെ ഗ്യാപ്പിന്. ഇവൻ റിപ്പയറാ, ഫില്ല് ചെയ്താ നിക്കില്ല, വഴിനീളം മൂത്രിക്കും. അത് കാരണം 2-3 ദിവസത്തേക്ക് ഓട്ടോ ഇല്ല. ഇത് പിന്നെ മമ്മയെ ചുമ്മാ ഒന്ന് വിരട്ടാനും കൂടെ വേണ്ടിട്ട് എടുത്തോണ്ട് പോകുന്നതാ. വീണ്ടും ഞാനിത് കേറി എന്ന് പറഞ്ഞ ആദ്യം ഒരു ബഹളമുണ്ട്. ഉണ്ട്, ഞാനിവിടെ നിപ്പുണ്ട്. ആഹാ, അപ്പൊ ഈ പറഞ്ഞത് മുഴുവൻ കേട്ടായിരുന്നോ? എല്ലാം കേട്ടു. അപ്പൊ നമ്മുടെ പ്ലാൻ സുല്ലാണോ അല്ലയോ തീരുമാനിക്കണേ. നീ പറയുന്നതിൽ ഏതാ സത്യം ഏതാ നുണന്നറിയണ്ടേ? യോ മമ്മ, ഞാൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ, പറയാറുള്ളൂ, ഇനി അങ്ങോട്ട് പറയേയുള്ളൂ. നീ എന്നോട് തലയിലടിച്ച് സത്യം ചെയ്തതല്ലയോ പാതിരാ നേരത്ത് ഇതെന്നല്ല ഒരു വാഹനം ഓടിക്കുകയില്ലെന്ന്? അതിന് മമ്മ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിടുമ്പോ സന്ധ്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴും പാതിരൊന്നും ആയിട്ടില്ല. ഇല്ല, 2:30 മണിയേ ആയിട്ടുള്ളൂ. വാ, വന്ന് കിടന്നുറങ്ങ. അയ്യോ, ഉറങ്ങാനൊന്നും നേരമായിട്ടില്ല. എന്നാ നീ ഉറങ്ങണ്ട, ബാക്കിയുള്ളവർ ഉറങ്ങിക്കൊള്ളാം. അതെങ്ങനെയാ ഉറങ്ങുന്നേ? എനിക്ക് വിശന്നിട്ടൊരു അന്തവും ഇല്ല. എന്തേലും ആഹാരം വേണം, അതും ഫ്രിഡ്ജിലിരിക്കുന്ന ഒന്നും എടുത്തു തന്നാ പറ്റിയല്ല, ചൂടായിട്ടുണ്ടാക്കി തന്നേ പറ്റൂ. മതി. അയ്യോ, ഒന്നും ആയിട്ടില്ല. എന്ത് തീറ്റയാടാ ഇത്? അത് നേരമല്ലാത്ത നേരത്ത് 6-7 മമ്മയ്ക്ക് ഉറക്കപ്പിച്ചെന്നെ കൊണ്ട് തോന്നുന്ന. ഇതും കൂട്ടി ഇതിപ്പോ 3 അല്ലടാ? അതെ. വന്നു കയറുന്നതിന് മുമ്പ് അവനെയും കൂടി അങ്ങ് ശിക്ഷപ്പെടുത്തി കളഞ്ഞല്ലോ. ആന്റെ അപ്പൻ ഉറക്കം വരുന്നേ പോയി കിടന്നുറങ്ങ. ഇല്ല, എന്റെ ഉറക്കമൊക്കെ പോയി. കണ്ടോ, അവന്റെ ഉറക്കവും കളഞ്ഞു. കാലത്തെ ക്ലാസ് ഉള്ള ചെറുക്കനാ. ഏയ്, ആന്റണി ഒന്നും ഉറങ്ങുന്നില്ല. 7 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും കാണുകയില്ലേ അല്ലടാ? ഒരാടി നല്ല ചിൽഡ് ചിക്കൻ, ബെസ്റ്റ് കോമ്പിനേഷൻ, ചൂട് ചപ്പാത്തി ആയിട്ട്. മേരി എവിടാ അമ്മ? ഇനിയിപ്പൊ അവളെ ഉണർത്തണ്ട. യോ, മേരി ഉറങ്ങിയോ? ക്യൂൻ മേരി ഇത്ര നേരത്തെ ഉറങ്ങിയെന്നോ? മേരി, ക്യൂൻ മേരി. അയലത്തുകാരെ ഉറക്കുകയല്ല. അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്നോണ്ടാ. ഹായ് മേരി. വല്ല കാര്യമുണ്ടോ ഈ വെളുപ്പാങ്കാലത്ത് അവളെ വിളിച്ചുണർത്തിട്ട്? ഹൗ ആർ യു മേരി? കേട്ടു ബഹളം. എന്നിട്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങിയാലോ? വല്ലപ്പോഴും ഒരിക്കൽ വരുന്ന VIP ഗസ്റ്റിനെ സ്വീകരിക്കാൻ എണീറ്റ് വരണ്ടേ? അതല്ലേ വന്നത്. വിത്തമായി മാറിക്കോ, ഞാനുണ്ടാ. വേണ്ട വേണ്ട, അതൊക്കെ മമ്മ എന്നെ അങ്ങ് ഉണ്ടായിക്കോളും. മമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയാലേ ഞാൻ കഴിക്കൂ, പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ വന്ന പോലെ സ്ഥലം വിടും. കണ്ടോ, അവൻ എന്നെ ഉറക്കരുതെന്നല്ലേ ഉള്ളൂ, വേണ്ടിട്ടല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. ആണ്ടിൽ ഒരാഴ്ച തികച്ചും മമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ വരികയില്ല. എന്നിട്ടാ മമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്നതേ കഴിക്കൂ എന്നൊരു വാശി. ഇവിടെ വരുമ്പോ പിന്നെ അങ്ങനെയൊക്കെ അല്ലയോ മമ്മ വേണ്ടത്? ഇവിടെ വരുന്നത് തന്നെ അതിനൊക്കെ വേണ്ടിട്ട് അല്ലയോ? ഇതാർക്കാ? ഇതെനിക്ക്. ഇതിന്റെ അടുത്തത് ആനടിക്ക്, അതിന്റെ അടുത്ത് എനിക്ക്, അതിന്റെ അടുത്ത് ആറ്റടിക്ക്, അതിന്റെ അടുത്ത് എനിക്ക്. അങ്ങനെ അങ്ങ് രണ്ടുപേരുടെ വയറ് നിറയുമ്പോഴത്തേക്ക് നേരവും വെളുക്കും. മൈസൂര് വന്നിട്ട് നീ ഇവിടുത്തെ ഭാഷ പഠിച്ചോ? ഈ ഗുലു ഗുലു ഗുലു. കുഴപ്പമില്ല, ഇപ്പൊ ശരിയായി. ആദ്യം വലിയ പാടായിരുന്നു. നീ വന്നിട്ടിപ്പോ 2 മാസമാവുന്നു അല്ലടാ? കഴിയുന്നു. ആദ്യമേ ഞാൻ എന്റെ ഉള്ളിൽ വരുന്നത്. ഞാൻ വരുമ്പോഴേ ഇത് തുറക്കാറുള്ളൂ. താക്കോൽ എന്റെ കയ്യില. മുഴുവനും പൊടിയാ. ബാംഗ്ലൂർ നേരെ വിട്ടിങ്ങി പോരുമായിരുന്നോ? ആ, ഒറ്റയടിക്ക്. പിന്നല്ലാതെ
വഴിക്ക് മാണ്ടിയുടെ അടുത്തൊരിടത്ത് നിർത്തി ഒരു 10 തട്ടുദോശ അടിച്ചു. ആ എന്നിട്ടായിരുന്നോ? അത് ചുമ്മാ മമ്മയുടെ ഒരു സന്തോഷത്തിനെ. സന്തോഷത്തിനോ? ഞാനിപ്പോ വഴിയിൽ വല്ലതും കഴിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഇവിടെ ഇപ്പൊ എന്തായിരുന്നേനെ സീനെന്നാ, എന്നെ ഇന്ന് ഉറക്കത്തില്ലായിരുന്നു. റീതാമാവിക്ക് എപ്പോഴും സങ്കടമാണ് സോളമിച്ചന്റെ കാര്യത്തില്. മമ്മയെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ ഇട്ടേച്ച് അങ്ങും ഇങ്ങും പോയി കിടക്കുന്നു പറഞ്ഞ് എപ്പോഴും വിഷമമാണ്. ഞാൻ വെറുതെ അങ്ങും ഇങ്ങും പോയി കിടക്കുകയല്ലോ, അവിടെ സുഖമായിട്ട് ജോലി ചെയ്ത് ജീവിക്കല്ലേ. ഓ എന്തോ ജോലിയാ? ഇവിടെ താമസിച്ചുകൊണ്ട് മാസത്തിൽ 1-2 തവണ പോയി നോക്കി ഒരു സൂപ്പർവിഷൻ നടത്തിയാൽ മതി എന്നാണല്ലോ റീതമാവി പറയുന്നത്. സോളമിച്ചാന്റെ ഫാർ അങ്ങനെയല്ലായിരുന്നു ചെയ്തോണ്ടിരുന്നേ? എല്ലാം പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നു. കുഞ്ഞേ, അങ്ങനൊന്നും ചെയ്താൽ ശരിയാവില്ല. 56 ഏക്കറിലാ ഞാനിപ്പോ അവിടെ മുന്തിരിയായിട്ടിരിക്കുന്നത്, അറിയോ? 56 acres ഓഫ് വൈൻ യാർഡ്സ്. മുളകും മൽബറിയും പാഷൻ ഫ്രൂട്ടും ചോളവും ഒക്കെ അത് വേറെ. ഒരാൾ അവിടെ ത്രൂ ഔട്ട് നോക്കാൻ കിടന്നില്ലേൽ ഒരു കാര്യമില്ല. അതിനേക്കാൾ കൃഷി ചെയ്യാതിരിക്കുന്ന നല്ലത്. അപ്പന്റെ കാലത്തെന്ന് പറഞ്ഞാൽ അത് കാലം വേറെ. ഇന്നിപ്പോ തൊഴിലാളികൾ മാറി. കേരളത്തിലെ പോലെ ഇല്ലേലും ഇവിടെയും യൂണിയനും വേജ് ബോർഡും ഒക്കെ സ്ട്രോങ് തന്നെ. പിന്നെ മമ്മയോട് ചോദിക്കേ, അപ്പന്റെ കാലത്ത് കിടന്ന പോലാന്നോ ഇപ്പൊ ആ മുന്തിരിത്തോട്ടങ്ങൾ കിടക്കുന്നതെന്ന്? സ്റ്റൈലാണോ? പിന്നെ നീ വന്നൊന്ന് കാണ്. ഞാനിതൊരു വൈൻ യാർഡ്സ് കണ്ടിട്ടില്ല. ഭയങ്കര റൊമാൻറ്റിക് കൺസെപ്റ്റ് ഒക്കെയാ. പക്ഷെ കൃഷി ചെയ്തെടുക്കാൻ, കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാൻ ഇതിനേക്കാൾ എളുപ്പമാണെന്നാ തോന്നുന്നു. എന്താ വെളുപ്പിക്കാൻ തന്നെയാണോ പരിപാടി? കിടക്കുന്നില്ലേ? ഇല്ല. ആണ്ടപ്പൻ ഉറക്കം വരും. ഏയ്, മമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ലേ മമ്മയെ കൂടെ ഇങ്ങനെ വന്നിരിക്കേ, നമുക്ക് എല്ലാവർക്കും കൂടെ ഇന്ന് ഉറക്കം ഒഴിക്കാം. പിന്നൊരു കാര്യം, നേരം വെളുക്കുന്നതിന് മുമ്പേ സ്ഥലം വിട്ടേക്കരുത്. വെളുപ്പാൻ കാലത്ത് വണ്ടി എടുത്തോണ്ടൊരു പോക്കുണ്ട് നിനക്ക്, അത് പറ്റുകയില്ല. എനിക്ക് നിന്നോട് വളരെ കാര്യമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അയ്യോ പോകുന്നില്ല മമ്മ. ആ ഗുഡ് നൈറ്റ്. ഓ മമ്മയ്ക്ക് എപ്പോഴും പേടിയാ ഞാൻ രാത്രി തന്നെ സ്ഥലം വിട്ട് കളയോന്ന്. അതെപ്പോഴും അങ്ങനെ ചെയ്തിട്ടല്ലേ? വെളുപ്പാൻ കാലത്തെ കാറ്റും കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ എന്ത് സുഖമാണെന്നോ. ഇന്നും പോവോ? ഏയ്, നീ ഇവിടില്ലേ, അതുകൊണ്ട് പകല് ബോറടിക്കല. ഞാനും മമ്മയും മാത്രമായിട്ട് എത്ര നേരം എന്തോ പറയാനാ. ഞാൻ പറയുമ്പോ ഒഴിച്ചാ മതി. ഈ പെണ്ണ് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് ചേച്ചി. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയാ മതി. മമ്മ, റീത്തമ്മാവി ബാത്റൂമില്ല. ചായ വേറെ വേണമായിരിക്കും. ആ അത് തന്നെ. ഇതാ കൊണ്ടുവരാം. മൊരട്ട മണ്ണായി നാട്ടിലേത്, ഭയങ്കര റഫാ. എന്നാൽ അതിനെ എന്റെ പാട്ടിലങ്ങ് വിറ്റേച്ച് ചുമ്മാ ഇരുന്നാ പോരായോ? അങ്ങനെയല്ലടി. ഓ ആന്റണി, ഇരിക്കടാ. മതിയടാ ഉറങ്ങിയത്? ദാ, ഏതാടാ 2 കിളികള്? അപ്പുറത്താണോ? ദാ ഇവിടെ ഇരുന്നാ കാണാം. അതാ വീട്ടിലെ പുതിയ വാടകക്കാരാ. മലയാളീസ് ആണല്ലോ. ആ, എത്ര ആളായി വന്നിട്ട്? കഴിഞ്ഞ പ്രാവശ്യം സോളമിച്ചാൻ വന്നപ്പോ ഇവരില്ലായിരുന്നല്ലോ. ഇല്ല, അന്ന് അവിടെ വെറുതെ പൂട്ടി കിടക്കായിരുന്നു. ആ, അപ്പൊ അതിനുശേഷം വന്നവരാ. അത് മനസ്സിലായി. എന്നാ അത്രയും മനസ്സിലാക്കിയാ മതി. അവന്റെ ഒരു ജാടാ. അവര് വന്നിട്ട് ഇപ്പൊ കഷ്ടിച്ച് 1 മാസമേ ഉള്ളൂ. ഞാൻ വന്ന് 1-1.5 മാസം കഴിഞ്ഞപ്പോഴാ അവര് വരുന്നത്. അവരെന്ന് പറയുമ്പോ? അവരെന്ന് പറയുമ്പോ മിസ്റ്റർ പോൾ പൈലക്കാരൻ ആൻഡ് ഹിസ് ഫാമിലി. പോൾ പൈലോക്കാരനോ? യെസ്. എന്താ കക്ഷി? കക്ഷി നല്ല വെള്ളമാ. ഏതാണ്ട് ജോലിയുണ്ട്, റെയിൽവേയിലോ മറ്റോ. സ്റ്റേഷൻ മാസ്റ്റർ ആണോ? അല്ല, വേറെ ഏതോ സെക്ഷനില്ല. ഫാമിലി എന്ന് പറയുമ്പോ? മിസ്സിസ് റോസി പൈലോക്കാരൻ, പിന്നെതാ അത് 2 മൂത്തത് സോഫിയ, പഠിപ്പ് കഴിഞ്ഞ് വെറുതെ നിൽക്കുന്നു. ഇളയത് എലിസബത്ത്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു. നിന്റെ ഒപ്പമാണോ? അല്ല, വേറെ കോളേജിലാ. മിടി ഇട്ടത് മൂത്തത്, സ്കേർട്ട് ഇട്ടത് ഇളയത്. സോഫിയയും എലിസബത്ത്. അതെ. സോഫിയ ലോറനും എലിസബത്ത് ടൈലറും. രണ്ടും പഴയ 2 സൂപ്പർ സ്റ്റാർസ് ആണല്ലോ. നീയായിട്ട് എങ്ങനെ? ഏയ്, ഗുഡ് മോർണിംഗ് ക്യൂൻ മേരി. ഗുഡ് മോർണിംഗ്. ഇന്നലെ എപ്പോഴാ രണ്ടും കൂടെ കിടന്നത്?
വെളുപ്പാങ്കാലം വരെ ബഹളം കേട്ടല്ലോ. ചുമ്മാ ഒരു ഇളക്കം. ഈ മേരിയുടെ ഹസ്ബൻഡിനെ പറ്റി വല്ല വിവരമുണ്ടോ? അതിലവരുടെ ഹസ്ബൻഡ് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇങ്ങനെ ഗൾഫിലെങ്ങാണ്ട് ജയിലില്ല. പുള്ളി പഴയ ഗൾഫാ. മേരി അവിടെ ആയിരുന്നു. ഒരു കുഞ്ഞുണ്ടായിരുന്നത് അവിടെ ഏതോ ഡോക്ടേഴ്സിന്റെ കൈപ്പശവ് മൂലം മരിച്ചുപോയി. അയാൾ ജയിലിൽ കിടക്കാൻ കാരണം? അത് അവിടെ ഏതാണ്ട് ഫ്രോഡ് കാണിച്ചതാ. കൈ വെട്ടേണ്ടതാ. എങ്ങനെയാ ഇതിന് രക്ഷപ്പെട്ടു? ഇവര് സോളച്ചാന്റെ ഫാദറിന്റെ പപ്പയുടെ വീട്ടിലെയാ. ഏതായാലും ഇവിടെ അവരുള്ളതുകൊണ്ട് അവർക്കും കൊള്ളാം, അമ്മയ്ക്കും കൊള്ളാം. ഞാനുമായിട്ട് ഉടക്കാം. സ്വല്പം ഭരണ കൂടുതൽ. ഏയ് പാവം, അവർക്കറിയാം അവരുടെ വിഷമം. അല്ല, ഇത്രേ ആയുള്ളോ? എളുപ്പം കുളിച്ച് റെഡിയാക്. അപ്പന്റെ കുഴിമാടത്തിൽ പോയിന്ന് പ്രാർത്ഥിക്കണം. ഓർമ്മ നാളിലോ നീ വന്നില്ല. പോയിക്കളെ. നീ വരുന്നോ? എനിക്ക് കോളേജ് ഉണ്ട്. എത്ര മണി വരെ? ഉച്ചവരെ. പോണെന്ന് നിർബന്ധമുണ്ടോ? ആ ഉണ്ട്. പറ്റിയ കയ്യിലാവുണ്ട് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അതെ, ഒന്ന് നിക്കി. നിങ്ങൾ അമ്പുചാച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ? അതെ. അല്ല, ഞാൻ പായസന്റെ കെട്ടിയോനാ. ഓ, ഇന്റെ ബീബി നമ്മൾ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്ത്? എന്തിനാ നിങ്ങൾ ഓളെ നമ്മളെ കുടി നിറക്കി കൊണ്ടായത്? നിങ്ങൾ ഓൾ എന്ത് ചെയ്ത് നിങ്ങൾക്കറിയോ? താഴത്തെ വെച്ചാൽ എറുമ്പായിരിക്കും, തലയിൽ വെച്ചാൽ പേനായിരിക്കും എന്ന് പേടിച്ചിട്ട് കാത്തു സൂക്ഷിച്ചവനാണ് ഞാൻ. നിങ്ങളുടെ ബീവിക്ക് എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അറിയിക്കാം. മനസ്സിലായോ? ഓഹോ, വെറുതെ അല്ല പെണ്ണുങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ആണുങ്ങൾ അനുഭവിക്കുന്നു പറഞ്ഞേ. എന്നാ നീ പറഞ്ഞതിൽ നിന്നും അല്പം കുറയ്ക്കണം. ഒരു 50,000 വാക്ക് മാറ്റാണ്ടല്ലോ. അറിയാലോ, റിസ്ക് ആണ് ഞാൻ കാണിച്ചത്. ഞാൻ എങ്ങനെ കാണിച്ചില്ലായിരുന്നെങ്കിലേ സ്വാമിക്ക് പറ്റിയുള്ള കഞ്ചാവ് കടത്താൻ പറ്റുമല്ലോ സ്വാമി? പിടിച്ചായിരുന്നെങ്കിൽ നമ്മൾ രണ്ടു ഭാഗത്താനെ. ശരി, സമ്മതിച്ചു. പക്ഷെ നീ ഇത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ ഒന്ന് സഹായിക്കണം. സഹായിക്കാം. ഞാനിത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ സഹായിക്കാം. എടാ ഇത് അതിശയമാണല്ലോ. അല്ല, സാധാരണ പാതിരാക്കി വന്നിട്ട് വെളുപ്പിനെ സ്ഥലം വിടുന്ന ആള് കാലത്തെ വന്നപ്പോ ഇവനിവിടെ കിടക്കുന്ന കണ്ട് സത്യത്തിൽ ഞാൻ അതിശയിച്ചു. ഇതെന്താ ഇങ്ങനെ പതിവില്ലാതെ എന്ന് മനസ്സിൽ പറയുകയും ചെയ്തു. ഏതായാലും റീത്താമാവിക്ക് സന്തോഷമായി. ഇത്തവണ ആന്റണി ഉള്ളതുകൊണ്ടേ. അത് നേരെ. ആ കുഞ്ഞിന് ഇപ്പോഴാ ഒരു ജീവൻ വെക്കുന്നത്. നമുക്കും ഇനിയിപ്പോ വന്നാലൊന്നും മിണ്ടാനും ഉരിയാടാനും ഒരാളായി. ഇന്നു മുതൽ ഇവൻ നിനക്ക്. നമ്മുടെ പഴയ വാഹനമാ. ഇപ്പോഴും ഒന്ന് ഓയിലിട്ട് എടുത്താൽ ഏത് റാലിക്കും ധൈര്യമായിട്ട് കൊണ്ടുപോവാം. താങ്ക്സ്. ഒന്ന് ചവിട്ടി നോക്ക്. ഏയ്, നോക്കാനൊന്നുമില്ല. ആഹാ, കൊച്ചു കോളടിച്ചല്ലോ. അങ്ങനെയാ കൊള്ളാവുന്ന കസിന്മാരുണ്ടെങ്കിൽ. മൂക്കും കുത്തി വീഴല്ലേ അഭ്യാസം കാണിച്ചിട്ട്. മതി മതി. ഹായ്. അവന് കൊടുത്തു. നന്നായി. വണ്ടിക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഒരു അവകാശം വന്നു. ഇന്ന് മുതൽ ബസ്സിൽ പോക്ക് നിർത്തി. സൂക്ഷിച്ചേ പോകാവൂ. എനിക്ക് ഇവിടുത്തെ ട്രാഫിക് പേടിയാ. അതൊക്കെ അവൻ എക്സ്പേർട്ട് അല്ലേ മമ്മ. മാവേലിക്കര ഭാഗത്തൊക്കെ ഇവന് സൈക്കിളജ്ഞമായിരുന്നു പണി. ബസ്സിൽ പോക്ക് നിൽക്കുമ്പോ എന്താ മേരി? അതോ, ബസ്സിൽ പോക്കിലൊരു കൂട്ടുകിട്ടി വരുമായിരുന്നു കൊച്ചിന്. സൈക്കിളിലാവുമ്പോ ആ കൂട്ടങ്ങ് പോകും. അതെന്താ ഈ കൂട്ട്? അപ്പുറത്തെ ഇളയ കൊച്ചും ഈ കൊച്ചിന്റെ ബസ്സല്ല പോക്ക്. അതിന് രണ്ടും രണ്ട് കോളേജിലാണല്ലോ. ആ, എന്നാലും കൊറേ വഴി ഒന്നിച്ചാ. ഈ മേരിക്ക് വട്ട വെച്ചായ വേറൊരു കൂട്ടും കൂടെ ആവുന്ന കോള് കാണുന്നുണ്ട്. പക്ഷെ നല്ല ഒച്ചാ അത്. എനിക്കിഷ്ടമാ. ആ ഇളയതിനെ പോലല്ല. നല്ല അടക്കവും ഒതുക്കവും. എന്തോ നിങ്ങൾ ഈ പറയുന്നത്? ആരെ പറ്റിയ ഇത്? കൊച്ചിന്നും പോകുകയല്ലോ. പിന്നെ പോണം. പോവും. കാണാം നമുക്ക്. ഉടനെ നീ വാ 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 ദേവാ
അപ്പച്ചന്റെ ഒരു പരിചയക്കാരന്റെ വണ്ടി എവിടെ പോണം സാറേ? നല്ല മലയാളി ലാഡ്ജുണ്ട്, കുളിக்கிறதுக்கு நல்ல தண்ணி, மலையாளி சாப்பாடு. என்ன சார் பாக்குறீங்க? பேடிக்கண்டா, உங்களோட பைசா ஒன்றும் கூடுதல் மேடிக்கல. வாங்க இறங்கு சார். நம்ம ராமையா வண்டி வரலையா? ஓ, நீங்க அவரை பாக்குறீங்களா? அவருன்னு வரல சார். எங்க சார் போனோம்? அந்த வீக்கெண்ட்ஸ் பக்கத்துல. அப்படிங்களா? வாங்க போலாம். பாப்பா. என்னடா நான் வர மாட்டேன்னு நினைச்சியா? இவரு நம்ம ஆனா தெரியாதா உனக்கு? ராமையா விட. ഞാൻ 3 ദിവസമായിട്ട് കാത്തു നിനക്ക് അറിയോ? அது எனக்கு எப்படியா தெரியும்? உனக்கு தெரியாதா? டேய் ஓவராயிட்டு பேச வேண்டாம். பிச்சிடுவே பிச்சி. என்ன வரட்ட? என்ன நீ என்ன? ராமையா மாறான். அப்படி இந்த பெட்டி. நான் போய் திருப்பி வரேன். அப்ப பாப்பேன். என்னடா நீ முறைச்சு பாக்குறே? இது புடி புடி. இங்கோட வர. என்ன போயா. நீ போடா. பெட்டி கொடு. ஆளையில எனக்கு என்ன புரிச்சா? ஆயி ஜீவன் தான் என்ன பண்ண மாட்டேன். ஆனா இந்த கழுதைக்கு தெரியாது. ഓടാ പോ. ഇതാണ് രാമയ്യൻ, മലയാളിയാ. രാമൻ എന്നാ ശരിക്കുള്ള പേര്. ഇവിടെ വന്നിട്ട് ഒരുപാട് കാലമായി. വാ. ഇന്നലെ ക്യാബേജ് എത്ര ലോഡ് വന്നു രാമയ്യ? കാസിംബായിക്ക് 2 ലോഡ്, PRPക്ക് 4 ലോഡ്. പിന്നെ ദിണ്ടുകലിൽ തക്കാളി വന്നിരുന്നോ? അത് ഞാൻ നോക്കിയില്ല. കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് മുരുകനുള്ള വേണ്ടിക്കാണമ്മ. വേണ്ടിക്കാന്ന് വെച്ചാ വഴിപാട്. എന്താ അമ്മച്ചി? പള്ളിയിലേക്ക് നേർച്ച. என்னங்கடி விளையாடுறீங்களா? ஒரு நிமிஷம் அப்படி போயிட்டு வந்தா உடனே கொடுத்த மாத்திடுவீங்களா? என்ன ஏமாத்தல நினைப்பா? அம்மா அவங்க வந்துட்டாங்க. ഇവളാണ് കാവേരി. അതാ ഇവളുടെ വീട്. അയ്യോ പെട്ടിക്ക് ഞാൻ എടുത്തോളാം ചേച്ചി. അതെല്ലാം അവളെടുത്ത് വെച്ചോളൂ. നിങ്ങൾ ഉള്ളപ്പോ അമ്മ. നീ മോനെ വാ. പപ്പിനി മാർക്കറ്റിൽ പോയോടി? എനിക്കറിഞ്ഞിട്ട് ചെന്ന് നോക്ക്. ഈയിടെയായിട്ട് തറുതല കുറച്ചിൽ കുറച്ച് കൂടുന്നുണ്ട്. അടിയുടെ ചൂട് കമ്മിയാച്ചല്ലേ? ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? കാര്യം ഉണ്ടായിട്ട് നീ ചെന്ന് സാറിനോട് വരാൻ പറ. മനസ്സിലായി. സാറിന്റെ അടുത്ത് കാശ് വാങ്ങിയിട്ട് കാലത്ത് തുടങ്ങാനല്ലേ? കുതിരയ്ക്ക് പുല്ല് മേടിച്ചു കൊടുക്കാനടി കഴുതേ. വൈകുന്നേരം വരയ്ക്കുള്ള പുല്ല് തൊട്ടിയിലുണ്ട്. നീ എന്റെ അപ്പനല്ല, ഞാൻ നിന്റെ അപ്പനാ. പറയണത് അങ്ങനെ കേട്ടാ മതി. ഇല്ല, ഒറ്റ പൈസ കൊടുക്കരുന്ന് ഞാൻ പറയും. ഓ എടി കുടിക്കാനല്ല, നിന്നാണ് സത്യം. മതി മതി, ഈ സത്യമൊക്കെ കുറെ ഞാൻ കണ്ടതാ. പുല്ല് മേടിക്കണം പോലും. എന്തിനാ 10ഉം 11ഉം ഒക്കെ? ഇങ്ങനെ ഒരെണ്ണം പോരെ തന്തേനെ തിന്നാൻ. മനസ്സും ശരീരവും പറന്നു നടക്കുന്ന യൗവനകാലം. ദൈവമേ, ഏത് തെണ്ടിയാണ് ഈ വെൽക്കം കണ്ടുപിടിച്ചത്? ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും?
എന്റെ അമ്മോ, നിന്നെ ഇന്ന് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഒച്ചത്തിന് വിളിക്കണമെന്ന്. ഈ എല്ല് ശരിയാവില്ല. ഈ പണ്ടാരം എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത്? ഓ, നിന്റെ ഒടുക്കത്തെ എല്ല് എന്റെ എല്ല് പോയി. ആ എല്ലല്ല, ഞാൻ ചോദിച്ചത് ഈ എല്ലിന്റെ കാര്യോ? എല്ലോ അത് ഏഴല്ലേ? എടാ, പണിക്ക് ഇറങ്ങിട്ട് 5-8 കൊല്ലമായില്ലേ, ഇതുവരെ വെൽക്കം എഴുതാറിയാൻ പാടില്ലെങ്കിൽ നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ? പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാനും താർത്തേനെ. അതെ, ഈ കഴിഞ്ഞിട്ട് ഒരല്ലാണോ അതോ രണ്ടല്ല? അതൊക്കെ നീ മനസ്സിൽ തന്നെ ചെയ്താൽ മതി, ഒക്കെ ശരിയാ. ശവം ഈ കേശവനോട് പോയി ആര് പോഞ്ഞിക്കരോ? അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കണത്? ഒരു എടുത്തോളൂ. എടാ പോഞ്ഞിക്കരേ, കുട്ടികാണ്ട് കളിച്ചിട്ട് ആ കോണിയും എടുത്തോണ്ട് വാടോ. എന്തിനാടാ കോണി? വയറൊന്ന് മുകളിലേക്ക് എടുക്കാനാ. വയറ് മുകളിലേക്ക് എടുക്കാൻ എന്തിനാടാ? ദേ ഇങ്ങനെ ബ്രീത്ത് പിടിച്ചാ പോരെ? ആ വയറല്ല, ഈ വയറൊന്ന് പൊക്കി മുകളിലേക്ക് എടുക്കാനാ. ആ അതിനാണ്. എന്നാ നീ തൈസി ചവിട്ടി കയറിക്കോ. അയ്യോ, പേടിക്കണ്ട, നീ തൈസി ചവിട്ടിക്കോ. ആദ്യം തൈസി ചവിട്ടാ, പിന്നെ ഷോൾഡറിൽ കയറ. താങ്ങോ? അങ്ങനെയാണോ വിങ്സ്? 3 കൊല്ലം മടിപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. കേറാ എടാ, കേറാൻ തൈസി ചവിട്ടി കയറ്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇത് നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? പോടാ നീ, പോടാ പട്ടി. ഓ, ഞാൻ ആളാരാന്നറിയാൻ വേണ്ടി വിളിച്ചതാ. കേറിക്കോളൂ. ഇത് ഏത് ഭാഷ? എന്താ ഇത്? വെൽക്കം. വെൽക്കോ? ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെയും വായിക്കാമോ? നിങ്ങൾക്ക് ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ? ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചിലരൊക്കെ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി വെക്കുന്നത്. എന്ത് പണിക്ക് വന്നവരായിക്കോട്ടെ, പന്തൽ പണിക്ക് വന്നവരായാലും ശരി, പട്ടി പഠിക്കാൻ വന്നവരായാലും ശരി, ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. ഏതോ എന്നല്ലേ പ്രമാണം വല്ലിപ്പ? എന്താ ശരിയല്ല മാവാ? ശരിയല്ലെന്ന്. എടോ ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയടോ. ശരിയാ ശരിയാ ശരി. പിന്നെന്താ പ്രശ്നം? ഏതാ ചെറുപ്പക്കാരൻ? അയ്യോ, മുഴുവൻ കുടിക്കാൻ പോവാ, എല്ലാവർക്കും കൊടുക്കണ്ടേ? മോളുടെ കയ്യിൽ ഇതാരാ തന്നുവിട്ടത്? ഇതൊക്കെ താഴ്ത്തു വീണ് പൊട്ടില്ലേ? മാമൻ കൊടുത്തോളാം കേട്ടോ. അയ്യേ, മാമൻ കൊടുക്കാന്നോ? മാമോ അല്ല, മാമൻ. അങ്കിൾ അങ്കിൾ. എടോ ഇതൊന്ന് കേറ്റേ. താങ്ക് യു. അത് കേറ്റാനല്ല, ഈ ബാഗ് ഒന്ന് കേറ്റാൻ. ഇനി ഇതെടുത്ത് കുടിച്ചേ. ഏയ്, ഒരാൾ കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ കണ്ട തെണ്ടികളുടെ വേസ്റ്റ് കുടിക്കാൻ പോലെ. ഇവൻ പിടിച്ചേ. എന്താ ഇത്ര വൈകിയേ? വൈകിയെന്നോ? കല്യാണത്തിന് തലേന്നെത്തിട്ട് അവളുടെ ഒരു പരാതി കേട്ടില്ലേ? ഇത്തിരി തണുത്തത് കഴിച്ചിട്ടാവാം ചൂടുള്ള വിശേഷങ്ങൾ. ആന്റി, അങ്കിൾ. നിക്കടാ, നിക്ക് പ്ലീസ്. എന്താ ഇത്? ആരാത്? അഹമ്മതി കാണിച്ചിട്ട് ഇന്ന് ചിരിക്ക. സോറി. എന്ത് സോറി? കുട്ടികളായാൽ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ. അതല്ല, പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായാൻ പാടില്ല. അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ? എന്ത് തോന്നിയ കാണിച്ചിട്ട് സോറിയോ? സായിപ്പന്മാർ ഒരു വാക്ക് കണ്ടുപിടിച്ചു സോറി സാരി സാരി. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഈയുടെ കാല് പിടിച്ച് കരയണോ? അത് ശരി. ആരാ ഇവിടെ സിമ്പിൾ അടിച്ചേ? കഥാപ്രസംഗം ഉണ്ടോ? സിമ്പിളൊന്നുമല്ല, തലലിശയിൽ പത്രം വീണതാ. മണ്ട അലങ്കരിക്കാൻ പോയപ്പോ. മണ്ടയല്ല, മണ്ഡപം. മണ്ഡപം. മണ്ഡപം അലങ്കരിക്കാൻ കൊണ്ട് പൂക്കളാണ് ഈ കുട്ടി നശിപ്പിച്ചത്. എന്ത് നശിപ്പിച്ചു? അതെല്ലാം പെറുക്കി എടുത്താ പോരെ? ഓഹോ, അങ്ങനെയാണ്. എന്നാ പെറുക്കി എടുക്കൂ കുട്ടി. അല്ല, നീ ഏതായി കുട്ടി? ഏതായി കുട്ടി? ഈ കുട്ടി ഇവിടത്തെ കുട്ടി, ഗൗരി കുട്ടി, കല്യാണ പെണ്ണേളായ കുട്ടി. ഓഹോ, കണ്ടാ മൂത്തതാ. കല്യാണ പെണ്ണാവാതിരുന്ന ഭാഗ്യം, അല്ലെങ്കിൽ കെട്ടുന്നവൻ പണ്ടാറടങ്ങി പോയനെ. വേഗം പെറുക്കി എടുത്തോണ്ട് വാ കുട്ടി. ഇയാൾ ആരാ? അയ്യോ, എല്ലാം മനസ്സിലായില്ലേ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥൻ UPP മേനോ. അതല്ല, അയാൾ ആരാ? അതല്ലേ കല്യാണരാമൻ. സദ്യവട്ടങ്ങൾ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ.
അത്രയ്ക്ക് കേമമാ അവരുടെ സദ്യ. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടിൻകടലയും അല്ല പട്ടുമ്പളയും വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരവര്, അറിയാവോ? അപ്പൊ പാചകത്തിന് വന്നിരിക്കുന്ന ആളാ? അതെ. ഇയാള് ശൗന്തളയ്ക്ക് പഠിക്കുക കാലം ഗർഭം കൊണ്ടോ ഇങ്ങോട്ട് മാറേ. ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചെയ്യരുത്. മനുഷ്യന് ജീവിതത്തിൽ ഉയർച്ചുണ്ടാവണമെങ്കിൽ കല്ലിലും മുള്ളിലും തോണി ഗർഭവനമുണ്ടാ? പോടോ. അതെ, എന്താ ഇവിടെ പാചകത്തിന് വന്നിരിക്കുന്ന ആളല്ലേ? അതിന് എന്നിട്ട് അത്ര വാചകം? ഇയാള് കലവറയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. കല്യാണ വീട്ടിലെ കാര്യസ്ഥനാവാൻ നോക്കണ്ട. ഇവിടെയുള്ള പെൺകുട്ടികളെ ഭരിക്കാനും വരണ്ട. മനസ്സിലായോ? അമ്മയോ? ഇവിടെ പറഞ്ഞ ഈ തെക്കേടത്ത് രാമൻകുട്ടി ഒരു കല്യാണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ മാത്രം ഗംഭീരായ പോരാ. ഇയാളെ കല്യാണം മൊത്തത്തിലും കോൺട്രാക്ട് എടുത്തിരിക്കുക. എന്താ സംശയം? പന്തല കസേര മേശ അലങ്കാരപ്പണികൾ, ഇലൂമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പ്, വാർപ്പ, ഉരുളി, മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 തരം കറികളും 2 പായസം അടങ്ങുന്ന ഗംഭീര സദ്യയും. തെക്കേടത്ത് ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകൾ. പിന്നെ തന്റെ ഐ മീൻ യുവർ ഫാദർ തമ്പി സാർ പറഞ്ഞിരിക്കുന്ന ഈ കല്യാണം ഗംഭീരാക്കി കൊടുക്കണമെന്നാണ്. മനസ്സിലായോ? എന്താ രാമൻകുട്ടി, നിന്റെ അച്ചുവേട്ടനെയും പണിക്കാരെ ഇതുവരെ കണ്ടില്ലല്ലോ. അച്ചുവേട്ടൻ ഇന്ന് അവരെ ലേറ്റ് ആയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? തമ്പി സാർ ടെൻഷൻ ആവാതിരിക്കെ അവര് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തും. മോളറിയില്ലേ രാമൻകുട്ടിയെ? ഇവരെ വെറും പാചകക്കാരായിട്ട് കാണരുത്. തെക്കേടത്തുകാരെന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടുകാരാ. ഇവർക്കിവിടെ ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. കുട്ടികളോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? ഇവിടെ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്തു. സാർ സാറിന്റെ കാര്യങ്ങൾ നോക്ക്. അല്ല, ബാങ്ക് ലോക്കറിൽ ആഭരണങ്ങൾ എടുത്തോ? നാളെ ഞായറാഴ്ച. ഞാനതങ്ങ് മറന്നു. ഉറപ്പിച്ച നന്നായി. കണ്ട, ഈ മറവി ഏത് കല്യാണ വീട്ടിലും പതിവാ. ഈ കുരുന്ന പ്രായത്തിനിടയിൽ 100-300 കല്യാണം നടത്തിയിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി ഇങ്ങനെ പലതും പറയും, ഓർമ്മപ്പെടുത്തും. പക്ഷെ അതിനെ ഇങ്ങനെ പാചകക്കാരന്റെ വാചകം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കരുത്. അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാതാകത്ത് പോയി തടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുക. ഇങ്ങോട്ട് പോരട്ടെ ആവശ്യം. അച്ഛേ, ഞാൻ എപ്പോഴാ ഇറങ്ങണ്ടേ? മുത്തച്ഛൻ അവിടെ ഇരുന്നോ? രാമൻകുട്ടി എവിടെ? 12 പണിയൊക്കെ തീർന്നോ? ഇത്തിരി അലങ്കോലപ്പണി മാത്രം ബാക്കിയുണ്ട്. അലങ്കോലപ്പണിയോ? അലങ്കാരപ്പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. അച്ചു എത്തിയോ? സദ്യ ഒക്കെ നമുക്ക് കേമാക്കണം കേട്ടോ. പിന്നെന്താ? അടുപ്പ് കൂട്ടലൊക്കെ ആ ഭാഗത്തായിക്കോട്ടെ. ശരി. ആ മേനോനെ, എയർപോർട്ടിലേക്ക് വണ്ടി വിട്ടോ? വിട്ടോ? വിട്ടില്ലല്ലേ? വിടാം. എന്താ ഈ കാണിക്കണേ? വൈകി അങ്ങ് മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അകത്തിരിക്കും. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? താ കേൾക്കണത് എങ്ങനെയാ? ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. പിന്നാമ്പറത്തിരുന്ന് ഉരുളി കയറ്റിയുണ്ടോ ചേട്ടാ? എന്നാലും വണ്ടി നിറക്കുമ്പോ എല്ലാം നോക്കിയേക്ക്. മുത്തശ്ശനെ കയറ്റിയുണ്ടോ? വണ്ടി നിറങ്ങാൻ വിളി തുടങ്ങിയിട്ടുണ്ട്. ചെല്. അൻപരുക്ക് അൻപനെ സൂക്ഷിച്ച് എന്ത് തല്ലിപ്പുള്ളി പാട്ട്. മുത്തച്ഛനോടൊരു കാര്യം പറഞ്ഞേക്കാം. കുരുത്തക്കേടൊന്നും ഒപ്പിക്കാതെ കലവറയുടെ അവിടെ എവിടെയെങ്കിലും അടങ്ങി. അതെ, കല്യാണ വീടാണ്. തൈക്കളവുമാരായ മുത്തച്ഛിമാര് കാണും. ലൈൻ എടുക്കാൻ നിൽക്കണം. അയ്യോ, ഇതെന്താ പറ്റി? ഇതിനെവിടെ കൊണ്ടുപോവാ? സാമ്പാറിനിടാൻ കൊണ്ടുപോവാണ്. മുരിങ്ങാക്കോലിന് പാൻറ് പീഡിച്ചിട്ട്. മുരുകക്കോലൊക്കെ ഈ പരുവായോ? എന്താ ടയേർഡായാ? എന്നാ നീ എന്റെ പുറത്ത് കയറിക്കടാ. അപ്പൊ മുത്തച്ഛനാ? മുത്തച്ഛൻ നിന്റെ മുഖത്തല്ലിരിക്കുന്നത്. അതിന്റെ വെയിറ്റ് എനിക്ക് വരില്ലല്ലോ. നീ കയറിക്കടാ. ഒന്ന് പോയേ. എങ്ങോട്ടാ? വിക്രമാദിത്യനും വേതാളം കൂടെ. എടാ, നിന്നെ വേതാളെന്ന് വിളിക്കുന്നു. മിണ്ടാതിരി, ഞാൻ കൊണ്ടുപോയി അടുപ്പിൽ വെക്കിട്ടോ. ഇവിടെ പ്രതിഷ്ഠിക്കൂ. കൊടയല്ലേ, പുരാവസ്തുവാ. ഒരു തൈ ഇരിപ്പുണ്ടല്ലോ. തൈയെങ്കി തൈ. തൈപ്പൂയ കാവരിയാട്ടം തൈ. I am Perlal. Your sweet name please? ഭവാനി. ഭവാനി, ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനി കുലകൾക്കിടയിലേക്ക് വരുമോ? മൗനം സമ്മതം. ആരോടെ പടക്കം പൊട്ടിച്ചത്? അവൻ ആ പെൺകുട്ടിയോട് എന്തോ വൃത്തിയായിട്ട് കാണിച്ചാ. അയ്യോ, ഞാനല്ല. ഈ മുത്തച്ഛന് ആ മസാല ദോശ എന്തോ ചെയ്തു. മസാല ദോശ? മസാല ദോശ.
മദാലസ മദാസല. മുത്തശ്ശന് എന്തിന്റെ കട? വയസ്സാം കാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഒരു ഇളക്കം? നിന്റെ മുത്തച്ഛനോട് ഒരു വർഷത്തോടാ ഞാൻ ജീവിച്ചുള്ളൂ. ചിലപ്പോ അതിന്റെ ഈ മണവാട്ടിപ്പെണ്ണ എവിടെ ഇരിക്കുന്നത്? ഞങ്ങളിവിടെ പാചകത്തിന് വന്നവരാ. എന്നാലും ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം കൊടുക്കാനാ. എവിടെ ഇരിക്കുന്നു? അങ്ങോട്ട് തന്നെ കൊടുത്തോളൂ. ഇത് തന്നെ മണവാട്ടി. അത് ശരി. അപ്പൊ നാണിച്ചിട്ടാ ഉണ്ടായിരുന്നല്ലേ? നാണിച്ചിട്ടല്ല, അതിന് സംസാരിക്കാനുള്ള കഴിവില്ല. കഷ്ടം. സംസാരിക്കാൻ കഴിയാത്ത അന്ധയാണെന്ന് കണ്ടാ പറയൂലല്ലേ? അവിടെ അടുപ്പിൽ തീ കൊടുത്താറായി. നീ എവിടെയല്ലേ? ഓ, അച്ചു, അച്ചുവിന് എന്റെ മോളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് മണവാട്ടി പെണ്ണ, എന്റെ പൊന്നു മോള്. നിന്റെ എല്ലാ അനുഗ്രഹവും ഇവൾക്കുണ്ടാകണം. അതങ്ങ് കൊടുക്കും മോളെ. എന്താ ഇത്? നന്നായി വരും, നന്നായി വരും. ഈശ്വര, ഇത്തവണ സാമ്പാർ ശരിയാവണേ. സൂക്ഷിച്ച് പിറകു താഴെയാ. എന്റെ മുത്തശ്ശനടുത്ത സദ്യക്കുണ്ടാവണേ. ഈശ്വര, ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടുപോയി ഉടക്കി. ഇതിലേതാണ് കല്ല്? നാറിയല്ല, പ്യാരി. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. കൈപ്പുണ്യമുണ്ടാവണേ. തേങ്ങയ്ക്ക് ഗ്രിപ്പ് കിട്ടണേ. ആഹാ, ഇതിനകത്ത് ചെരവയായിരുന്നോ? മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെരവയാ. ഞങ്ങൾ ഇതിനെ തുടങ്ങാറുള്ളൂ. വിഘ്നേശ്വര, ഇന്നാ പൂഞ്ഞിക്കര. കൊള്ളാം. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നാ ചിരട്ടം കൂടി വിഴുങ്ങിക്കോളൂ, അറിഞ്ഞോളും. അവിടെ വീൽ ചെയറിൽ ഒരു സാധനത്തിനെ കൊണ്ടിരുത്തിയിട്ടില്ലേ, അതിന് കൊണ്ട് കൊടുക്ക്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ മത്സരം. നമസ്കാരം. വരണം വരണം. രാമൻകുട്ടി, ഈ മാല ഒന്നാ. എവിടെ മോനെ ഇത്? ആ, ഈ ആളുകളൊക്കെ വിളിച്ചിട്ട് വന്നാണോ? ദൈവത്തിന് മാത്രം അറിയാം. ഈ പിള്ളേരൊരു കാര്യം. താൻ എന്തേ കാണിച്ചേ? ഒരാടെ മുറിയിലേക്ക് കടന്നു വരുന്ന ഇങ്ങനെയാ? അറ്റ്ലീസ്റ്റ് ഒന്ന് മുട്ടണ്ടേ? ഞാൻ വന്ന് മുട്ടിയില്ലോ. കുട്ടി ഇരിക്കൂ. എനിക്കടോ പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഒരു അന്യ പുരുഷൻ, അതും അനുവാദം കൂടാതെ കിടന്നു വരുമ്പോൾ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടി ആരാ പഠിപ്പിച്ചത്? തനിക്കിത് എന്തിന്റെ കേടാ? എനിക്കൊരു കേടുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയോ? താനെന്തിനിങ്ങനെ ചൂടാവണേ? താൻ അവിടെ വെച്ച് എന്നെ ആദ്യം ഇടിച്ച്, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇടിച്ച്. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? ഇല്ല, പ്രശ്നം തീർന്നില്ല. ഇനി എന്താ പ്രശ്നം? മാല 2 പുതിയത് വാങ്ങണം. ഓ, അത് ശരിയാ. ഒരു ചെക്കനും പെണ്ണും ഉപയോഗിച്ച മാല വേറൊരു ചെക്കനും പെണ്ണും ഉപയോഗിക്കാൻ പാടില്ല. എന്തോന്ന്? അല്ല, വേറൊരു പുതിയ മാല വാങ്ങിക്കണമെന്ന് പറഞ്ഞതാ. എന്നാ ദഹനക്കാരൻ ചെല്ല്. ആരാ? ദഹനക്കാരൻ. അറിയാണ്ടൊരു മാല ഇട്ടപ്പോ ഇങ്ങനെ. അപ്പൊ ഞാൻ ശരിക്കും ഒരു മാല ഇട്ടിരുന്നെങ്കി എന്റെ അമ്മോ. സവാള ഗിരി 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 ഗിരി, സവാള ഗിരി 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 ഗിരി. താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിന്റെ എന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. പിന്നെ വാർപ്പിന് പരീക്ഷ ചെയ്തല്ലേ, പണി എടുക്കണോ? കുട്ടിയുടെ പേരെന്താ? മിനി. നിന്റെ അല്ല, ഈ കുട്ടിയുടെ. കാത്തേനി. ആരാ? മനസ്സിലായില്ല. ഞാൻ തെക്കേടെത്തിയ ഗോപാലകൃഷ്ണൻ TP. ചുണ്ണാമുണ്ടോ കയ്യില്? സോറി, ഞാൻ മുറുക്കാറില്ല, നിർത്തിയതാ. എന്നാ ഞാനും നിർത്തി. ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമ്പിള്ളം വെറുതെ വിടരുത് കേട്ടോ. ഞാൻ ഇത്തിരി ചുണ്ണാമ്പല്ലേ ചോദിച്ചുള്ളൂ. ചുണ്ണാമ്പല്ലേ ഈ ഇരിക്കണേ, പിന്നെന്തിനാ അവരോട് ചോദിക്കണേ? ഞാനൊരു പുരുഷനല്ലടാ, ഒന്ന് ലൈനിട്ട് നോക്കിയതാ. ലൈനാ? മുത്തശ്ശനോട് ചൂടാവണ്ട, കൊതുകിനും ഇല്ലേ ക്രിമികടി. തന്നെ പോലുള്ള ആളുകളാ മുത്തശ്ശനെ ചീത്തേക്കുന്നേ. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടി പൊടിച്ചിട്ടുള്ളൂ.
പോഞ്ഞിക്കരെ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിൽ ആരാ ചേരി വേർത്ത്? ഞാനാ. ആ അതെന്നെ. ഇങ്ങനെ വെറുതെ അല്ല, എല്ലായിടത്തും അച്ചുവന്റെ കൈ എത്രയെന്ന് പറഞ്ഞാ എന്താണോ തേയിലുള്ളിൽ കളിക്കാ? അതിട്ടങ്ങടെ കളിക്ക. എന്താ അവിടെ ഒരു കോട്ട് പോയി ഇടാൻ പാടില്ലേ? ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല, കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കുന്നുണ്ട്. നീ ഒന്ന് രുചിച്ചു നോക്കിയിട്ട് കാര്യം പറ. സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്കുക. ആഹാ, അച്ചോട്ടെ പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശുണ്ടാ? കൂടുതൽ ഇളക്കല്ലേ? ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടോ താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എന്നാ പിന്നെ അത് പറ. കേട്ടില്ല പന്നി. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ എന്റെ 2 കാലും അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു, അപ്പോഴേ നീ പഠിക്കുള്ളൂ. എടാ, ആ കിണ്ടി എങ്ങനെ തൊക്കോടി തിരിച്ചു നോക്കുന്നേ ലക്ഷണക്കേടാ. ഓ അതല്ലേ കിണ്ടി തിരിച്ചു വെക്കാൻ പറഞ്ഞേ, നീ എന്തിനാ തിരിഞ്ഞിരുന്നത്? ആ കിണ്ടി എന്നാണല്ലേ പറഞ്ഞത്. ഞാൻ കേട്ടത് കുണ്ടില്ല, സോറി, തെറ്റിദ്ധരിച്ചു. ആ അങ്ങനെ വെക്ക്. കിണ്ടിയുടെ വാൽ തൊക്കോട്ട് വെക്കുന്നത് ഉപയോഗത്തിലേക്ക് മാത്ര. ഈ ചട്ടു എങ്ങനെ തെക്കോട്ട് തിരിച്ചു വെക്കാൻ മുത്തച്ഛ? കളിയാക്കണ്ട. ക്ഷേത്രവും വഴിപാടൊന്നും ഇല്ലാത്തവന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഇതെവിടെയായിരുന്നു? ആരും കാണാണ്ട് കൊണ്ടുവരണ്ടേ? നല്ല അസല് മിലിറ്ററി സാധന, ഒരെണ്ണം കഴിച്ചാ മതി. പടവലങ്ങി. അയ്യോ, ആ പോഞ്ഞിക്കര കാണണ്ട, ഗ്ലാസിനകത്തിരിപ്പുണ്ട്. എന്റെ വാപ്പണത് പോയി. അയ്യോ കമ്പി സാറ്, അല്ല തമ്പി സാറ്. എന്താണ് ഏട്ടനും അനിയനും കൂടി? അല്ലത് മൂത്രമൊഴിക്കാൻ. മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു കമ്പനിക്ക് സോഡ ഒഴിച്ചു കൊടുക്കാൻ. സോഡ ഏട്ടന് വീക്ക്നെസ്സാ. സംഗതി മനസ്സിലായി. കിട്ടിയ തക്കത്തിന് 2 പേരും കൂടി മദ്യപിക്കാനുള്ള പുറപ്പാടാണല്ലേ? നിങ്ങൾ എത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഇതൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണ്. എന്നിട്ട് നിങ്ങൾ 2 പേരും കൂടി രഹസ്യമായിട്ട് മദ്യപിക്കാൻ പോകുന്നു. ഇത് എവിടുത്തെ മര്യാദയാ? അതും പെണ്ണിന്റെ അച്ഛനായ ഞാനിവിടെ പച്ചയായിട്ട് നിൽക്കുമ്പോ മിഴിച്ചു നിൽക്കാതെ ഒഴിക്കട്ടെ അച്ചു. സാറ് മദ്യപാനം കുടിക്കോ? വല്ലപ്പോഴും. പലപ്പോഴും അല്ല, വല്ലപ്പോഴും. നീ ഗ്ലാസ് എടുക്ക്. സാറിന് കുറച്ച് കൊടുത്താൽ മതി. ഗ്ലാസ് എടുക്കാൻ പോട്ടെ. ഫിറ്റാവില്ലേട്ടാ, തണുപ്പിന് സോഡ കുറവാ. സാറ് കഴിക്കുന്നു കരുതിയില്ല. ഞാനോ ഒട്ടും കരുതിയില്ല. ഇന്നത്തെ ദിവസം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്നാടാ കഴിക്കണത്? അകത്താണെങ്കിൽ കാരണവന്മാരുടെ ബഹളം. അലമാരയിൽ നിന്ന് ബോട്ടിൽ എടുക്കാന്ന് വെച്ചാൽ മോൾ അതിന്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല. ഈ കുട്ടി കുറച്ച് കഴിഞ്ഞ് നമുക്കത് അടിച്ചു മാറ്റാം. ഇപ്പൊ ഇതിന്ന് തുടങ്ങാം. എന്റെ അച്ചു ഒന്ന് മുട്ടിക്കടാ. ഞാനും ഒരുപാട് ആലോചനകൾക്ക് ശേഷം എന്റെ മോക്ക് ഇങ്ങനെ ഒരു ബന്ധം ഒത്തു വന്നത്. അറിയാലോ, സംസാരശേഷി ഇല്ലാത്ത കുട്ടി ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാവാതിരിക്കുമായിരുന്നു. എന്റെയും സരസ്വതിയുടെയും പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. നമുക്ക് ഈ കല്യാണം ഒരു ഉത്സവം തന്നെ ആക്കണം. ഞാൻ ഇവനെന്താ കഴിക്കാത്ത? ഒഴിക്കടാ. ഞാൻ ഒഴിക്കാറേ ഉള്ളൂ, കഴിക്കാറില്ല. എനിക്കിതൊക്കെ നിഷിദ്ധ. ഇത് മാത്രമല്ല, പുകവലി, മുറുക്ക്, അങ്ങനെ യാതൊരു ദുശീലങ്ങളും ഇല്ല. നാവിന്റെ രുചി പോകാൻ പാടില്ലേ? ഇവൻ നാവിൽ വെച്ച് രുചി പറഞ്ഞാലേ ഏത് കറി എനിക്ക് ബോധിക്കും. അതുകൊണ്ട് ഈ വക സാധനങ്ങൾ ഞാൻ ഇവനെ കൊണ്ട് തൊടിയിക്കാറേ ഇല്ല. ശരിയാ, തൊടാതിരിക്കുന്ന നല്ലത്. നാവിന്റെ രുചി മാത്രമല്ല, ഇത് നമ്മുടെ കരളിനും ആമാശയത്തിനും ഒക്കെ ദോഷം ചെയ്യും. ഒന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. 2ാം തണ്ടിലേറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. അല്ല, തലയും കുത്തിച്ചാട്ടം തുടങ്ങിയോ? കല്യാണം ഞങ്ങൾ കൊഴിപ്പിക്കുമല്ലേ? അച്ഛൻ കഴിച്ചല്ലേ? ഇല്ല മോളെ, അച്ഛന് വിശക്കുന്നില്ല. അച്ഛൻ പിന്നെ കഴിച്ചോളാം. അതല്ല, അച്ഛൻ ഡ്രിങ്ക്സ് കഴിച്ചോന്നാ ചോദിച്ചേ. പിന്നെ നേരത്തെ ഒരു പെപ്സി എടുത്ത് കഴിക്കുന്നുണ്ടോ? അതെ 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 അതെ. ദേഹണ്ടക്കാരനോട് ചോദിച്ചില്ല. അങ്ങടാരും പറഞ്ഞൂല്ലേ? ആ, കഴിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? പിന്നെ എന്തിനാ കഴിക്കാൻ പോയേ? സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ ഇത്തിരി ആട്ടുങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? വെറുതെ ഒരു മിനിറ്റ് പോട്ടെ മോളെ. അപ്പൊ ഇയാളാണല്ലേ എന്റെ അച്ഛനെ കുടിപ്പിച്ചത്? അതെ, തമ്പി സാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞ. കഴിച്ചില്ല ഈ സദ്യക്ക് ഞാൻ പായസം വിളമ്പൂല എന്ന് പറഞ്ഞപ്പോഴാ പാവം അദ്ദേഹം കഴിച്ചത്. ഇയാൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? ഒരു കല്യാണം നടക്കുന്നു, പെണ്ണിന്റെ അച്ഛനെ കള്ളു കുടിപ്പിച്ച് കിടത്താൻ നീടെ കോൺട്രാക്ട് പറഞ്ഞിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനാ? മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ചു നടത്തിയിട്ടുണ്ട്. പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ. ഇവിടെ ഏത് ഐറ്റം എടുക്കും മോളെ? ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണോയ അതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം. അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺ രാമൻ. ഓ,
ഓഹോ അങ്ങനെയാണെങ്കിൽ അക്കൂടത്തെ ചെക്കനെ പെണ്ണിനെ കൂടെ ഏർപ്പാടാക്കി കൊടുക്കാറുന്നില്ലേ? ഏർപ്പാടാക്കി തരാലോ. തനിക്ക് ചെക്കൻ വേണോ? ദേ ഞാൻ റെഡി. അത് ശരിയാ. പുകവലിയില്ല, മുറുക്കില്ല, വെള്ളാടിയില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെ സാർ പോയി കിടന്നോളൂ. ഞാനൊന്ന് പറയട്ടെ. എന്നാ സാർ പറയൂ. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കിടും. നീങ്ങന്ന് മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി ഇല്ല, നിനക്കെന്ന് സദ്യ കൊണ്ട് കഴിയുകയും ചെയ്യും. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നെ വരയ്ക്കാൻ പഠിപ്പിക്കോ? മോക്ക് ചേച്ചി കോലിടുന്ന അച്ഛൻ മേടിച്ചേരാട്ടോ. കാന്താരി ഇവിടെ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? എന്റെ അപ്പനും നല്ല ബെൽത്തൂരൽ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ലേ? രണ്ടു കൊണ്ടാട്ടി ഇരിക്കണമെന്നാലേ ഭാഗ്യവാൻ. അപ്പൊ ഇടയ്ക്ക് വരാം. ചിരിക്കൊരു പ്രസാദം ഇല്ലല്ലോ, വരണ്ടതാവൂലേ? വരട്ടെ മക്കളെ. കവരി. എനിക്ക് ദേഷ്യം അയാളോട്. ഇയാളെ അണ്ണനെ കൊണ്ട് കുടിപ്പിക്കാൻ വരുന്നത്. അണ്ണൻ ഇങ്ങനെ എന്നും കുടിക്കാറുണ്ടോ? ഏയ്, ഈ തിരുമേനി വരുമ്പോഴേ ഉള്ളൂ. അന്നൊരു പൊടി പൂരായിരിക്കും. ഞാൻ വഴക്ക് പറയും. നിന്റെ അപ്പന്റെ രണ്ടാമത്തെ ഭാര്യയും നിങ്ങളുടെ വീട്ടിൽ തന്നെയാണോ താമസം? ഒരുമിച്ചോ? ഇവിടെ അതൊന്നും വലിയ പുതുമയല്ലേ ചേച്ചി. ആശയ്ക്കൊന്ന് അൻപക്കൊന്നാ ഇവിടുത്തുകാര് പറയാ. ചിന്ന വീടില്ലാത്തൊരു ചുരുക്ക. ചിന്ന വീടോ? രണ്ടാം ഭാര്യമാരെ അങ്ങനെ വിളിക്കുക. ഇവിടെ മുരുക ഭഗവാന് തന്നെ 2 ഭാര്യമാരാ, വള്ളിയും ദേവിയാനിയും. അപ്പൊ നിന്റെ അമ്മയൊന്നും പറയില്ലേ? പറഞ്ഞിട്ടെന്തിനാ? അപ്പന്റെ ഇഷ്ടല്ലേ? ബാലൻസ് ഒന്നെങ്കിൽ വെച്ചിരുന്നാ പോതും. ഞാൻ അപ്പുറം വന്ന് വാങ്ങിக்கலாம். നീ കൂടെ പോற കൊഞ്ചം വേല இருக்கண்ணா. சரி. குழந்தைக்கு என்ன பால் எடுக்கணுமா? വേണങ്ക. ആളിവിടെ ഇല്ല. കാലത്തെ വ്യാപാരത്തിന് പോയതാ. ഞാൻ മുത്തുനെ കാണാൻ വന്നതൊന്നുമല്ല. പിന്നെ എന്നെ കാണാൻ വന്നതാ? പോ മാമ. നിനക്ക് നാണിക്കാനൊക്കെ അറിയാലോ. ആര് എന്നെ കളിയാക്കി എനിക്ക് ദേഷ്യം വരുവേ. ഓ, എന്നാ അവിടെ ഇരിക്കുക. നല്ല മധുരമായിട്ടൊരു ചായ തരാം, അത് കുടിച്ചിട്ട് പോവാം. എത്തിയില്ലോ. 100 ആയിസാ. മുത്തോ, കുറച്ച് തിരക്കുണ്ട് മാമ. ടിഫിൻ കഴിച്ചിട്ട് പോകുമനെ. മാർക്കറ്റിൽ ലേലം തുടങ്ങാൻ സമയമായി. ഒന്ന് ഇറങ്ങിയിട്ട് പോടാ, ഒരു ചെറിയ കാര്യമുണ്ട്. എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ പറ. മാർക്കറ്റിൽ നിന്ന് വരുമ്പോ ഞാൻ മേടിച്ചോണ്ട് വരാം. എനിക്കൊന്നും മേടിക്കാനില്ല. നേരത്തും കാലത്തും ടിഫിൻ ചാപ്പിട്ടില്ലെങ്കിൽ കൂമ്പ് വാടിപ്പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. വാ, നമ്മുടെ സൗകര്യം നോക്കി കടച്ചെന്നല്ലേ ജോസൻ എന്നെ ഓടിക്കും. എന്നാ പിന്നെ ടിഫിൻ കഴിച്ചിട്ട് വാ. നിനക്ക് ജോലി തിരക്കല്ലേ, നീ പൊക്കോ. അതാ നല്ലത്. അല്ല, കഴിച്ചിട്ട് വാ. മാമൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ലാന്ന് വേണ്ട. അങ്ങനെ വലിയ ബഹുമാനം ഒന്നും വേണ്ട. അല്ല, സമയത്തിന് ആരും കഴിച്ചില്ലെങ്കിൽ ഈ കൂമ്പ്. സൈക്കിൾ വെച്ചിട്ട് പോ, എനിക്ക് തിരക്കുണ്ട്. കാവേരി, നീ ഓടി വീഴണ്ട. കാവേരി മതി, മോൻ പേടിക്കും. മക്കളെ വീഴ്ച നിന്റെ തോലുരിക്കും ഞാൻ. അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞോ? ഒറ്റയ്ക്കിരുന്ന് മടുത്ത് കാണുമല്ലേ? ഏയ്, മക്കളുള്ളോണ്ട് നേരം പോണ അറിയില്ല. തലയിൽ എന്തെണ്ണ തേക്കണേ? നല്ല മണമുണ്ടല്ലോ. ചെറുനാരിങ്ങയിലും ചെമ്പരത്തിയും കൂടി ഇട്ട് കാച്ചുന്ന എണ്ണയാ. ഇവിടുത്തെ വെള്ളത്തിൽ കുളിക്കുമ്പോ സൂക്ഷിക്കണം. പുഴയിൽ തന്നെയല്ലേ, വെള്ളത്തിന് കട്ടി കൂടുതലാ. തലമുടിയൊക്കെ ചകിരിനാരി പോലെ ആവും. പോരാത്തന്നെ സുഖമില്ലാത്ത ആളാണല്ലോ. കാവേരി പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. എപ്പോ ഇരിക്കുമോ? ഇല്ല, തണുപ്പ് അധികം ആവുമ്പോഴേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. ഇത്രയും കാലമായിട്ട് ഇവിടുത്തെ തന്നെ തലയിൽ ഒഴിച്ചാൽ എനിക്ക് അപ്പൊ തുടങ്ങും ഇരുമല്. രാമേട്ടന് ഒരു കുഴപ്പമില്ല. ശരിക്കും കുഴമ്പ് തേച്ച് ചൂട് തന്നെയില്ല കുളിക്കുക. ആ കുഴമ്പിന് നല്ല മണാട്ടോ. മറ്റവരോടെ പോയി? ആര്? ആ ചക്കളത്തിയാ. അവള് കാലയിലെ കൂടെ കൊണ്ട് ഇറങ്ങുമല്ലോ ആണുങ്ങളെ കണ്ണറിഞ്ഞ് വീഴ്ത്താൻ. കൂടോത്രക്കാരിയാ. കൂടോത്രോ? വേറൊരു പെണ്ണിന്റെ മുഖത്ത് കണ്ണെടുത്ത് പാക്കാത്ത ആളായിരുന്നു എന്റെ രാമേട്ടൻ. അവള് കൈവശം കൊടുത്തതാ. അതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളല്ലേ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ട്, ഇവിടെ ഉണ്ട്. എനിക്ക് വിശ്വാസമാ. ജഡസ്വാമിയുടെ അടുത്ത് പോയി മഷിയിട്ട് നോക്കിയപ്പോ കണ്ടതാ. പരിപ്പുവടയിലാ കൊടുത്തേക്കണേ. നമ്മുടെ ഒന്നും നാട്ടിലെ പോലെ അല്ല ഇവിടെ. വലിയ കൂടോത്രക്കാരുണ്ട്. എത്ര അൻപായിട്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സ് മാറ്റിക്കളെ. നമ്മളെ പാക്കറത് കൂടെ അവർക്ക് വെറുപ്പാവും. എന്റെ അനുഭവം ഞാനീ പറയുന്നേ. എന്താ ശവം കൊണ്ടുപോണതാ? ശവോ? ആ കസേരയിൽ ഇരിക്കുന്ന ചത്ത ആളാ.
എന്നിട്ടെന്താ ചെണ്ടോട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇവിടെ ഇപ്പിടിത്താ ചത്താലും പറഞ്ഞാലും ഒക്കെ കൊട്ടും പാട്ടുവാ. അവൻ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. പ്രഭാകരനെ തട്ടിയിട്ട് അവൻ നിങ്ങൾക്ക് പിടിതരൂ. ആ കാര്യം അച്ചട്ടാ. പ്രഭാകര, ഇന്ന് രാത്രി എന്തായാലും സൂക്ഷിക്കണം. നീ വീട്ടിൽ പോകണ്ട, സ്റ്റേഷനിൽ തന്നെ കിടന്നു. അങ്ങനെ പേടിച്ചെടുന്ന മാസമാരാ കായംകുളം കൊച്ചുണ്ണിയോ? നിങ്ങളുടെയൊക്കെ കഴിവോട് കൊണ്ട് ചാടിപ്പോയപ്പോ അവനെ നിങ്ങൾ തന്നെ ഹീറോ ആക്കാണ്. പണ്ടാണ് ഈ പ്രഭാകരൻ ഒറ്റക്കായിരുന്നു. ഇപ്പൊ ആ പെണ്ണും വീട്ടിലില്ലേ? വടിവാള് വാസു വാക്കു വലിച്ച ആ പെണ്ണ് കല്യാണത്തിന് മുമ്പേ വിധവയാവും. എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ അബ്ദു. വാസുവിന് കൂടുതൽ ദേഷ്യം എന്നോടാണെന്ന് സമ്മതിച്ചു. പക്ഷെ അബ്ദുക്കാനെ വഴി വെച്ച് ഒറ്റ കിട്ടി അവൻ തട്ടും. ഇൻഷാല്ലാ. അവിടെ നിന്നേ, എങ്ങോട്ട് രാവിലെ ഒന്നും മിണ്ടാതെ ഇറങ്ങി ഓടുന്നത്? നിന്നോട് മിണ്ടാൻ നിന്നാലേ എന്റെ പോക്ക് മടങ്ങും. എനിക്ക് അനന്തന്റെ വീട് പണിയുടെ കാര്യങ്ങൾ നോക്കണം. അവിടെ നിന്നേ, അവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? അതേടി, അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാ നീ 3 നേരം ഞണ്ണുന്നത്. ശ്രീജമ്മോട് കല്യാണത്തിന് പോലെ ഒരു സാരി വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? അത് ശരി, അപ്പൊ അതാണ് കാര്യമല്ലേ? എന്നാലേ എനിക്ക് മനസ്സില്ല. അച്ഛനമ്മയും കൂടി ബഹളം. അത് മോൾ അമ്മയോട് ചോദിക്കേ. എടി, നീ കുഞ്ഞിനെ കണ്ടെങ്കിലും പഠിക്കേ. ഓ, ഈ പറയുന്ന ആള് പിന്നെ. മോളെ സ്കൂളിൽ പോ, റെഡിയാ വേഗം. എന്റെ സാരിയുടെ കാര്യം പോടെ അവിടുന്ന്. സസ്പെൻഷൻ കഴിഞ്ഞ ഉടനെ പ്രൊമോഷൻ. നീ ഭാഗ്യവാനാണ്ട പ്രഭാകര. അബ്ദുക്ക, ഓ ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത്. എന്തിന്? ഈ എടാ എന്നുള്ള വിളി അങ്ങ് ഒഴിവാക്കണം. ഞാനിപ്പോ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസറാണ്. മര്യാദക്ക് തൊണ്ടി ഞങ്ങളെ ഏൽപ്പിച്ച് കീഴടങ്ങ്. ഏത് തൊണ്ടി? കള്ള അമർ നീയല്ലോ കട്ടോണ്ടോരെ. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കരുത്. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. അബ്ദുക്ക, അത് ഞാനല്ല. നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നീ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ? ആ വേണുഗോപാൽ വന്നുകൊണ്ട് പോലീസിന്റെ ഇടികൊള്ളാൻ രക്ഷപ്പെട്ടു. ഇതേ അവസാനത്തെ ചാൻസാ. ഇനി ഹോട്ടലിലെ ക്യാമറ എന്നൊക്കെ പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന ഒരൊറ്റ പൈസ ഞാൻ തരത്തില്ല. ഓരോ ബിസിനസിന്റെ പേരും പറഞ്ഞ് എന്റെ അപ്പച്ചന്റെ എത്ര കാശാ നീ പൊടിച്ചത്? അവനൊരു പ്രശ്നം വന്നപ്പോ എല്ലാരും കൂടെ പരിഹസിക്കുക. മനുഷ്യരുടെ കാര്യല്ലേ? ചിലപ്പോ നാളത്തെ ഏറ്റവും വലിയ ഡയറക്ടർ ആകാൻ പോകുന്ന ജോസൂട്ടി ആയിരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ അടുത്ത്? മനുഷ്യന് മനസ്സമായിട്ട് ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ലേ? ആ ചെക്കിന് രേഷ്മ, ആയിരിക്കുന്നത് നമ്മുടെ സണ്ണി കുരുവിളിയല്ലേ, നോവലിസ്റ്റ്? എന്നാ ഒന്ന് പരിചയപ്പെട്ടുകളെ പാടി നമുക്ക് നെടുത്ത് കയറാം. എക്സ്ക്യൂസ് മീ, നോവലിസ്റ്റ് സണ്ണി കുരുവിള സാറല്ലേ? അതെ. ഞാൻ പറഞ്ഞില്ലേടി, ഞങ്ങൾ സെന്റ് തെരേസാസിലെ സ്റ്റുഡൻസാ. ഐ എം മഞ്ജു. ഐ എം രേഷ്മ. ഐ എം കിറ്റി. ഞാൻ സീനിയർ. വി ആർ ഓൾ യുവർ ഫാൻസ്. സർ, ശരത് ഭാര്യ ഡൈവോഴ്സ് ചെയ്യോ? ശരത്തോ? ആ, ഇപ്പൊ കലാകൗമുദിയിൽ വന്നോണ്ടിരിക്കുന്ന വർണ്ണപ്പൊട്ടുകൾ എന്ന നോവലിലെ ഹീറോ. വായിച്ചെടുത്തോളം അസലായിട്ടുണ്ട്. എന്താണ് സർ, ശരത് സ്വപ്നെ ഡൈവോഴ്സ് ചെയ്യോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഡൈവോഴ്സ് ചെയ്യണോ അതോ വേണ്ട? അറിയാനുള്ള ആങ്സൈറ്റി ചോദിച്ചു പോയതാ. ഈ ആങ്സൈറ്റി സസ്റ്റെയിൻ ചെയ്യുന്നതിലാണല്ലോ ഒരു നോവലിസ്റ്റിന്റെ വിജയം. അതുകൊണ്ട് അടുത്ത ലക്കം വരുന്നവരെ ആങ്സൈറ്റി കീപ് ചെയ്തോളൂ. ഇതാരാണ് സർ? എന്റെ ബ്രദറാ മിസ്റ്റർ ജോസ്. നോ നോ നോ, ഐ എം ഗാന്ധി, പ്രേം ഗാന്ധി. ബ്ലൈൻഡ് ആണോ? അല്ലല്ല, ഐ എം എ ഫേമസ് ടെലിഫിലിം ഡയറക്ടർ. കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു ടെലിഫിലിം ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ? നോക്കത്ത ആഴത്തിൽ കാലം നീട്ടി. ഓ, സാറായിരുന്നു അതിന്റെ ഡയറക്ടർ. യെസ് യെസ്, പ്രേം ഗാന്ധി. ഹാവ് യു സീൻ ഇറ്റ്? സത്യം പറയാലോ, അത് കണ്ട് ഞങ്ങൾ കരഞ്ഞുപോയി. വാട്ട് എ പിറ്റി. ഞാനത് കോമഡി ആയിട്ടാണല്ലോ ട്രീറ്റ് ചെയ്തത്. നിങ്ങൾക്കത് ട്രാജഡി ആയിട്ടോ ഫീൽ ചെയ്തത്? പൊന്നു പ്രേംകാന്തി സാറേ, ദയവ് ചെയ്ത് കോമഡിയുടെ പേരും പറഞ്ഞ് ഇതുപോലുള്ള കഥകൾ പടച്ചു വിടല്ലേ. സ്വന്തം ജീവി ആയതുകൊണ്ട് തല്ലിപ്പൊളിച്ച് കളയാനും പറ്റില്ലല്ലോ. സാർ, ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് സാറ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരണം. അതിനെന്താ, ആയിക്കോട്ടെ. സോറി സാർ, വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ക്ഷണിച്ചോന്ന് കരുതണ്ട. ഞങ്ങൾ വാർഡൻ ഒന്നിച്ച് ഒരു ദിവസം വീട്ടിലേക്ക് വരാം. സാറിന് ഏത് ദിവസം സൗകര്യം എന്ന് പറഞ്ഞാ? നെക്സ്റ്റ് സൺഡേ ആയിക്കോട്ടെ ലാൻസി. ദാറ്റ് മീൻസ് 9th. എന്താ 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 ചിരിക്കുന്നേ? അല്ല സാർ, സാറിന്റെ എല്ലാ നോവൽസിലും 9 എന്ന നമ്പറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഞങ്ങളോട് വരാൻ പറഞ്ഞത് ഒരു 9th. എന്താ സാർ അതിന്റെ സീക്രട്ട്? എന്ത് സീക്രട്ട്? നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനുഭവങ്ങളും ഒക്കെ ആണല്ലോ നമ്മൾ നോവലിൽ പകർത്തുന്നത്. 9, that is my lucky number. ഓക്കെ സാർ, ഞങ്ങൾ കുറെ നേരം കത്തിവെച്ച് സാറിന്റെ ഫാമിലിയൊക്കെ ബോർ എടുപ്പിച്ചു അല്ലേ? സോറി സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. പരിചയപ്പെടാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. റിയലി. ഞങ്ങൾ വരട്ടെ സാർ. സോറി ഫോർ ദ ട്രബിൾ.
ഓക്കെ ബൈ ഇവളുമാരെ ഹോസ്റ്റലിൽ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണോ? ഓ, ഒരുത്തിക്ക് സണ്ണിയുമായി മുട്ടി ഒരുമി നിന്നാലേ സംസാരം വരത്തുള്ളൂ. എനിക്കുന്നൊരു വർത്താനം പറയണമെന്നുണ്ടായിരുന്നു. എങ്ങോട്ടാ? ഫ്രാൻസ് അങ്ങനെ ചേട്ടത്തി, അവര് വളരെ ഡീപ്പായിട്ട് ഡീൽ ചെയ്യും. പിന്നെ അത് കറക്റ്റ്. ഇപ്പൊ കണ്ടില്ലേ പ്രേം ഗാന്ധിക്ക് വളരെ ഡീപ്പായിട്ട് തന്നെ കിട്ടിയത്. ഇത് എവിടെ നിന്ന് വന്നു ഈ പുരാവസ്തു? ചിലപ്പോ സണ്ണിച്ചാനെ കാണാൻ വന്ന വല്ല കക്ഷികളും ആയിരിക്കും. ആ അല്ലല്ലല്ലേ, എന്റെ വല്ല ഫാൻസും ആയിരിക്കും. ഏയ്, ഫാൻസ് ഒന്നും ആയിരിക്കില്ല. കഴിഞ്ഞ ആഴ്ച പ്രേംകാന്തിയുടെ ടെലിഫിലിം കണ്ടവരാരെങ്കിലും നല്ല വന്നതായിരിക്കും. നമുക്ക് പോയി നോക്കാം. ഫാൻസ് ആയിരിക്കല്ലേ? ആരാ ആരാന്ന്? നിന്റെ തന്ത. അയ്യോ, ഇതാര്? കുഞ്ഞുട്ടിച്ചായൻ. ആ, റാഹേലും വേണ്ടല്ലോ. അപ്പച്ചനും അമ്മച്ചും വന്നിട്ട് ഒത്തിരി നേരമായോ? ഒത്തിരി നേരം ഒന്നും ആയില്ല, 2 മണിക്കൂറേ ആയുള്ളൂ. കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ വല്ല ഹോട്ടലും പോയി റൂം എടുക്കാമെന്ന് വിചാരിച്ചതാ. നിങ്ങൾ ഈ വീടും പൂട്ടിയിട്ട് എവിടെ തെണ്ടാൻ പോയതാ? ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ, ഒരു ചേഞ്ചിന്. നിങ്ങൾ പുറത്തുനിന്ന് ആഹാരം കഴിച്ചാലും അകത്തുനിന്ന് ആഹാരം കഴിച്ചാലും ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. എനിക്കും റാഹേലിനും കഴിക്കാൻ ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. വിശന്ത് വയറ്റിൽ അപ്പടി ഗ്യാസാ. അല്ല, ഈ വയസ്സുകാലത്ത് അച്ചായനും അമ്മച്ചും കൂടെ അടിച്ചു പൊളിച്ച് നടക്കുകയാണല്ലേ? ഓ, എനിക്ക് ഈ തണുപ്പ് സ്ഥലത്തൊന്നും പോകുന്നു പണ്ടേ ഇഷ്ടമല്ല. അച്ചായ സമ്മതിക്കണ്ടായോ? പിന്നെ ഇത്തവണത്തെ യാത്രയിൽ ആകെ ഒരു ഗുണം ഉണ്ടായത് അനുമോളെ കാണാൻ പറ്റിയതാ. നിങ്ങളവളെ കാണാൻ ചെല്ലാത്തതിൽ പരിഭവിച്ചിരിക്കുക. അവള് 2 ദിവസം പോണോന്ന് വെച്ചോണ്ടിരിക്കുക. അതെങ്ങനെ സണ്ണിയൊന്ന് ഫ്രീ ആവണ്ടായോ? അതെ അമ്മച്ചി, ഇത്തവണ എവിടേക്കായിരുന്നു കറക്കം? 2 ദിവസം മൂന്നാർ, 3 ദിവസം മൈസൂർ, അവിടുന്ന് പിന്നെ ഊട്ടി. നല്ല രസമായ യാത്രയായിരുന്നു. ഈ കാറിൽ തന്നെയാണോ അപ്പച്ചൻ ഈ സ്ഥലമെല്ലാം കറങ്ങിയത്? നമ്മുടെ ബൈക്ക് കയറ്റി മൈസൂരിൽ വെച്ച് എന്നോട് ഇറങ്ങു. ഊട്ടി ചെന്നപ്പോ അവനെ തട്ടി ഇവനെ വാങ്ങി. അതേതായാലും നഷ്ടക്കച്ചവടം അപ്പച്ച. ഇതൊരു മുതുക്ക് വണ്ടിയല്ലേ? എടാ മോനെ, പാമ്പാണേലും പഴയതാടാ നല്ലത്. ഇങ്ങോട്ട് നോക്കി, ഈ പ്രായത്തിലും നിങ്ങൾ 2 പേരെക്കാളും ആരോഗ്യം എനിക്കാ. എന്തുകൊണ്ടാ? ദിവസവും 2 സ്മോൾ അടിക്കുന്നുണ്ട്. ആ, അത് ശരിയാ. പക്ഷേ ചെറുപ്പകാലത്ത് നല്ലപോലെ അധ്വാനിച്ച് 4 കാശുണ്ടാക്കി വയസ്സുകാലത്ത് ലാലോ സ്മാളോ അടിയടാ, അതിലൊരു സുഖമുണ്ട്. നല്ല പ്രായത്തില് കണ്ട കാടെല്ലാം വെട്ടിത്തെളിച്ചും അതിന് വിളിച്ചു കെട്ടിയും ഈ മണ്ണിനോട് യുദ്ധം ചെയ്താടാ ഞാൻ ഈ കാശൊക്കെ ഉണ്ടാക്കിയത്, അറിയാവോ? ഓ, തുടങ്ങി 3 ഉള്ളിൽ ചെന്നാ പിന്നെ ഫ്ലാഷ് ബാക്കാ. ഒന്ന് പോടാ, ഞാൻ പറയും, ഇനിയും പറയും. പറഞ്ഞോ. ഇപ്പൊ തന്നെ 3 റീലായി. ഇനി ബോറാവേ. കപ്പാസിറ്റി ഇല്ലാണ്ട് വെറുതെ. ഒന്നുകൂടെ കൊഴിക്കടാ. ഒന്ന് അവനും കൂടെ. എനിക്ക് വേണ്ട പറ്റേ. ഒരു പെഗ്ഗെങ്കിലും അടിക്കാത്ത സത്യകച്ചേരാവൂടാ. നീ എന്റെ മോൻ തന്നെയാണോ? മത്ത കുത്തിയ കുമ്പളം മുളക്കത്തില്ല അപ്പച്ച. ആ, ചേട്ടത്തെ കെട്ടുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് അടിച്ച് വീലായി വാള് വെച്ചിരുന്ന ആളാ. ഇപ്പൊ ഒരു പുണ്യാളൻ. മദ്യം എന്താ അത്ര? ആ, അതാ പെണ്ണുങ്ങളുടെ മിടുക്ക്. ഇനി നിങ്ങൾ ആര് ശ്രമിച്ചാലും സണ്ണി കുടിക്കത്തില്ല, അത് ഉറപ്പാ. നിന്റെ വിശ്വാസം നിന്നെ നയിക്കട്ടെ, നിന്റെ കുടുംബത്തെയും രക്ഷിക്കട്ടെ. ആമേൻ. നീ നിർത്തിയോടാ, ഒഴിച്ചറിയാവേ. അതെ, എനിക്ക് അപ്പച്ചനോട് സീരിയസ് ആയിട്ട് കാര്യം പറയാനുണ്ട്. ഇനി ഇത് കഴിച്ച് ഫിറ്റായ പിന്നെ ഞാനത് മറന്നുപോകും. എടാ, നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പമ്പര ഫിറ്റ. എന്നെ ഇത് മതി വലിച്ചു കയറ്റിയത് എപ്പോ തുടങ്ങിയതാ? ഈ ആഹാരത്തിന്റെ കൂടൊരെണ്ണം വീശിയില്ലെങ്കിൽ ഏതാണ്ട് എന്നാ പോലെ തന്നെയല്ല എല്ലാരും കൂടെ വന്ന സന്തോഷം കൊണ്ടല്ലയോ ഒഴി മോളെ? അതെ ചേർത്തിയേ, എനിക്കും കൂടി കുറച്ച് വിളമ്പേക്ക്. നീ റെസ്റ്റോറന്റ് വെട്ടി വിഴുങ്ങിയതല്ലേ? അത് ശരിയാ, പക്ഷെ വീട്ടിലെ ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നല്ലയോ? അതുമല്ലേ മണം കാരണം എനിക്ക് ഇരിക്കാൻ മേല. ടെംപ്റ്റേഷൻ. ആ അപ്പച്ചാ, 2 ദിവസം കഴിഞ്ഞ് അനുമോളെയും കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? അവൾക്ക് ഹോളിഡേ ആണല്ലോ. അയ്യോ, ഞങ്ങളില്ല. നാട്ടിൽ പോയിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാ. നിങ്ങൾ എല്ലാരും കൂടെ പോയേച്ചു പാ. ജോസൂട്ടി സോണിയൊക്കെ ഉണ്ടല്ലോ. അത് നല്ല കാര്യോ, ഞാൻ റെഡി. അയ്യോ, എനിക്ക് നാളെ തന്നെ ട്രിവാൻഡ്രത്തിന് പോണം. ഹോസ്റ്റലിൽ ചെന്നിട്ടുണ്ട് റെക്കോർഡ്സ് ഒക്കെ ശരിയാക്കാൻ. അയ്യോ, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്ത്. എനിക്കും ട്രിവാൻഡ്രത്ത് പോണം. ഒരു സീരിയലിന്റെ കാര്യത്തിനാ. ദൂരദർശൻ ഡയറക്ടർക്ക് അവിടെ വെയിറ്റ് ചെയ്യണം. ഞാനത് മറന്നുപോയി. മറവി, എനിക്ക് അടി കിട്ടണം. സോണി, നീയെങ്കിലും കൂടെ വാ. തിങ്കളാഴ്ച നിന്നെ ഹോസ്റ്റലിൽ വിട്ടാ പോരെ?
ഞങ്ങളെ കാണുന്നതിനേക്കാൾ അനുമോൾക്ക് ഇഷ്ടം നിന്നെ കാണുന്നതാ. അതെ അതെ, സോണിയും കൂടെ ഉണ്ടെങ്കിൽ ആ ട്രിപ്പിന് ഒരു ജോളിയുള്ളൂ. വരാം, പക്ഷെ തിങ്കളാഴ്ച തന്നെ എന്നെ ഹോസ്റ്റലിൽ കൊണ്ട് വിട്ടേക്കാം. അത് ഞങ്ങൾ ഏറ്റു അല്ലേ ആൻസി? പിന്നെന്നാ, എന്നാ വരാം, ഞാൻ റെഡി.